ഹായ് ഡിയേ, സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മുളക് ബജി ഉണ്ടാക്കിയാലോ. അപ്പോൾ നമ്മൾ നെസ്റ്റോയിൽ ചെന്നപ്പോൾ അവിടെ നിറയെ ബജിമുളക് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി മുളക് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. 2 മുളകിൻ്റെ ആവശ്യമേ ഉള്ളൂ, കാരണം ഇതുപോലെ പീസസ് ആക്കണം, വലിയ മുളകാണ്. അപ്പോൾ കുറേ അധികം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വഴുതനങ്ങയും കൂടി അതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു വഴുതനങ്ങ എടുത്തിട്ടുള്ളൂ. അതിൽ നിന്ന് കുറേ പീസസ് ഉണ്ടായിരുന്നു, 8 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത ശേഷം നമ്മൾ അതിനുള്ള മിക്സ് ഉണ്ടാക്കുകയാണ്. അതിനായിട്ട് കടലമാവ് എടുത്തിട്ടുണ്ട്, ഉപ്പിട്ടു, പിന്നെ മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഓരോ മുളകായിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ വഴുതനങ്ങയും വറുത്തെടുത്തിട്ടുണ്ട്. നല്ല എമ്മി ആയിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത് നമുക്ക് മുട്ട ബജി ഒന്ന് പരീക്ഷിച്ച് നോക്കണം. വൈകുന്നേരം ആകുമ്പോൾ നല്ല അപ്പം പൊരിച്ചെടുത്ത ബജിയും നല്ല ചൂട് ചായയൊക്കെ ഉണ്ടാവുകയും അടിപൊളിയായിരിക്കില്ലേ. അപ്പോൾ ഞാനിവിടെ നല്ല ചൂട് ചായയൊക്കെ ഇട്ട് ബജിയൊക്കെ വറുത്ത് കഴിച്ചു. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. താങ്ക്സ് ഫോർ വാച്ചിങ്.